ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ആലു പക്കോട, ആലു ബജിയ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ബജിയ ഉണ്ടാക്കാം. അത് ഒത്തിരി എളുപ്പമാണ് ഉണ്ടാക്കാൻ. അത് വൈകുന്നേരം 4 മണി ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്നാക്കാണ്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒത്തിരി എളുപ്പമാണിത്. നമുക്കപ്പോൾ ആലു പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആലു പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് 3 ഉരുളക്കിഴങ്ങ്. നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ഉരുളക്കിഴങ്ങ് എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തെടുക്കാം. ഞാൻ 3 ഉരുളക്കിഴങ്ങ് തുടങ്ങി, 1 ഉരുളക്കിഴങ്ങ് എക്സ്ട്രാ എടുത്തു. അങ്ങനെ 4 ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഇനി ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് കനം കുറച്ച് വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം വട്ടത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കടലമാവ് ഈ വലിപ്പമുള്ള ബോളിലോട്ട് ഞാൻ മാറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിനാക്കി നമുക്ക് എടുക്കാം. അധികം വെള്ളമാവരുത്. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ മുക്കി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കുഴമ്പ് പരുവത്തിന് കുഴച്ചെടുക്കുക. ഇത് കട്ടയൊന്നുമില്ലാതെ കൈകൊണ്ടും കൂടി ഉടച്ച് നമ്മുടെ ബാറ്റർ ഞാൻ റെഡിയാക്കി എടുത്തു. ഇനി ഈ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പൊട്ടറ്റോ പക്കോട ഉണ്ടാക്കാം. നമ്മുടെ എണ്ണ ചൂടായി കിട്ടി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഓരോന്നായിട്ട് നമ്മുടെ കടലമാവിൽ മുക്കി മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഒരു സൈഡ് ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ, അതായത് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് വെന്തു. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റോളം എടുത്തു ഈ ഒരു സൈഡ് വെന്ത് കിട്ടാൻ മീഡിയം ഫ്ലെയിമിൽ. ഇനി മറിച്ചിട്ട സൈഡ് നമുക്ക് വെന്ത് കിട്ടുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകുന്നതായിരിക്കും. നമ്മുടെ പൊട്ടറ്റോ വട റെഡിയായി. ഇത് നന്നായി ഫ്രൈ ആയി കിട്ടി. നമുക്കിനി ഇത് എടുക്കാം. ബാക്കിയുള്ള പൊട്ടറ്റോയും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ പക്കോടയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ ആലു പക്കോട എങ്ങനെയുണ്ടെന്ന് ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇത് ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ടൊമാറ്റോ കെച്ചപ്പ്,
മല്ലിയിലയുടെ ചട്നി, പുതിന ചട്നി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. ഞാൻ കഴിക്കാൻ പോണ കുക്കുംബർ സോസിൻ്റെ കൂടെയാണ്. നമ്മുടെ ആലു പക്കോടയ്ക്ക് നല്ല രുചിയുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻറ്റിൽ കൂടെ ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Our potato pakoda is really very tasty. If you like my video, please subscribe my channel and like and comment. Thank you for watching. See you soon with another video.